ഹലോ ഗൈസ്, നിഹാറുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈൽ ബീഫ് കറിയാണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ ഒന്ന് പോയാടാം. വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക, എന്നാലേ നമ്മ ഇതിൽ കിട്ടുന്ന പൊടികളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതാണ് നാടൻ സ്റ്റൈൽ ബീഫ് കറി. നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് റെഡിയാക്കാം. കഴുകി വാരി വെച്ച ബീഫ് നമുക്ക് എടുത്ത് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് അതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇടാം. മഞ്ഞപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, മീറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ, പൊടി ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ്, ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിടണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക, മിക്സ് ചെയ്യുക നന്നായിട്ട്. ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടയാണ്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങാൻ ഒഴിക്കുന്നില്ല. അപ്പം കുക്കർ അങ്ങോട്ട് അടച്ച് അടുപ്പത്തേക്ക് വെക്കാൻ പോകേണ്ട. അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ഒരു 3-5 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. ചട്ടി ചൂടാറുണ്ട്, അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചെടുക്കാം. അപ്പൊ എണ്ണ ആയിട്ട് ചൂടാറുണ്ടാ. അപ്പൊ നമുക്ക് അതിലേക്ക് സവാള ഇടാം. 2 സവാള എടുത്താക്കണത്, അത് അതിലേക്ക് ഇടാട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. അപ്പൊ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ഇല്ലല്ലോ, ശരിക്കും വാടട്ടെ ഉള്ളി. അപ്പൊ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പൊ ശരിക്കും നന്നായിട്ട് വാടിയിട്ട് ഇടാം. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി കൂടി ഇടാം. പച്ചമണം മാറുന്നത് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഇടുമ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിൽ വെക്കാം. പാടിക്കെടുക്കുന്ന മസാലയ്ക്ക് നമ്മ തക്കാളി ചേർക്കേണ്ട. മുറിച്ച് വെച്ചിരുന്ന തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി മസാലയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ മസാലയൊക്കെ എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മിനി ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. വേവിച്ച് വെച്ചേക്കണ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് മസാല. കണ്ടോ, കുരുമുളക് പൊടി എല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് മസാല. വേവിച്ച് വെച്ചാണ് ബീഫാണ്ടത്. ഇത് അതിലേക്ക് നമ്മ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. വേവിച്ച് വെച്ചാണ് ബീഫ് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ബീഫ് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വെള്ളമൊക്കെ മൊത്തം ഇതിലേക്ക് ഇടണോട്ടാ. അത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. മസാലയും ബീഫും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നല്ല നാടൻ സ്റ്റൈൽ ബീഫ് കറിയാണത്. എല്ലാ മസാലയും എല്ലാം ബീഫിൽ പിടിച്ചാൽ മൊത്തമായിട്ട് പിടിച്ച് ഇനി നന്നായി കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാട്ടാ. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വേപ്പില, അതിന് നമ്മൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാട്ടാ. നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും, നല്ല സ്മെല്ല് കിട്ടും. ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞിട്ട് അതിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് എന്തൊക്കെയാ നോക്കാം. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടാ. നല്ല സ്മെല്ലും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. ബീഫ് കറി, നാടൻ ബീഫ് കറി. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം വീട്ടിൽ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് നാടൻ ബീഫ് കറി ബീഫൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന കറിയാണ്ടല്ലോ. അപ്പൊ നോക്കണം, ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ചപ്പാത്തിയും ബീഫ് കറിയും ഇട്ട് നോക്കാം. നല്ല ടേസ്റ്റാണ്. അതാണ് ഇപ്പൊ എല്ലാം നന്നായിട്ട് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ബീഫ് കറി. നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.